ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 50,000 രൂപയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ നോൺ RGB ഗെയിമിംഗ് പി സി ആണ്. അപ്പോൾ നമ്മൾ നോൺ RGB ആകുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ പ്യുവർ വാല്യൂ ഫോർ മണി പി സി ബിൽഡ് ആയിരിക്കും. കാര്യം നമ്മൾ മറ്റ് അഡീഷണൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പി സി ബിൽഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇന്റൽ ബേസ്ഡും മറ്റേത് റൈസണും ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഈ രണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്റൽ ബേസ്ഡ് പി സി ബിൽഡിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഇന്റൽ ബേസ്ഡ് പി സി ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ 12th ജനറേഷൻ i3 പ്രൊസസ്സറാണ്. 12100F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 4 കോർ ആൻഡ് 8 ത്രെഡാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 3.30 ഗിഗാർട്സും 4.30 ഗിഗാർട്സുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരു മിഡ് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ i3 12th ജനറേഷൻ ഗെയിമിങ്ങിന് വളരെ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എഡിറ്റിങ്ങിന് നല്ലൊരു പ്രൊസസ്സറാണ്. പക്ഷേ ഗെയിമിങ്ങിന് വളരെയധികം ബെസ്റ്റ് ബഡ്ജറ്റ് പ്രൊസസ്സറാണ്. സോ നമ്മൾ ഇതിനകത്ത് അടുത്ത് ചൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ H610 MS2 എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ടും അതുപോലെ തന്നെ M.2 NVMe സ്ലോട്ടും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മദർ ബോർഡിനകത്ത് ഇൻബിൽഡ് വൈഫൈയോ ബ്ലൂടൂത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. കാര്യം നമ്മൾ അതിൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ല. പ്യുവർ പെർഫോമൻസ് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. സോ അടുത്തവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് വളരെയധികം ബഡ്ജറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് റാമാണ്. A-Data XPG Gamix എന്ന് പറയുന്ന 8GB DDR4 3200 MHz 2 സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ 16GB റാമാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോർസെയർ വെഞ്ചൻസിൻ്റെ റാമും ചൂസ് ചെയ്യാം. പക്ഷേ A-Data XPG കുറച്ചുകൂടെ പ്രൈസും കുറവാണ്. അതുപോലെ തന്നെ വളരെയധികം നല്ല സർവീസുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റുള്ളതൊന്നും സർവീസ് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കുറച്ചുകൂടെ ബെറ്ററാണ്. അടുത്തവിടെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ കിങ്സ്റ്റൻ്റെ 256GB M.2 NVMe ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2100ഉം 1700 MB ആണ്. അപ്പോൾ നമ്മളുടെ ഗെയിംസ് ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ അഡീഷണൽ 1TBയുടെ ഹാർഡ് ഡിസ്ക് കൂടി ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ സീഗേറ്റ് ബാരക്കൂടെ 1TBയുടെ ഹാർഡ് ഡിസ്ക് കൂടി ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. ഗെയിംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം GTA 5 തന്നെ ഏകദേശം 111 GB വരെ വരുന്നുണ്ട്. സോ അടുത്ത നമ്മളോട് ചൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. ഈ ഒരു ബിൽഡിന് 550 വാട്ട് ധാരാളമായിരിക്കും. 80+ ബ്രോൺസ് പവർ സപ്ലൈ തന്നെ എടുക്കണം. ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് കിട്ടാവുന്ന ഒരു മിഡ് ലെവൽ ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് RGB ഫാൻ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇൻടേക്കും അതുപോലെ തന്നെ നമുക്ക് എക്സോസ്റ്റിന് വേണ്ടി ഒരു റെയർ ഫാനും വരുന്നുണ്ട്. സെബ്രോണിക്സിന്റെ സെബ് ഓഡിൻ എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് ആണിത്. കുറഞ്ഞ ബഡ്ജറ്റ് കിട്ടാവുന്ന നല്ലൊരു ക്യാബിനറ്റ് ആണ്. 2500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് കിട്ടും. കാര്യം അതിനകത്ത് സൈഡ് ടെമ്പേർഡ് പാനൽ കൂടി വരുന്നുണ്ട്. സോ ഫൈനലി ഈ ഒരു പി സിക്കകത്ത് നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നമ്മളോട് ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് AMD റേഡിയോയുടെ RX 6500 XT എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ 1650 എന്ന് പറയുന്ന NVIDIA ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 4GB DDR6 ആണ്. ഈ ഒരു ഗ്രാഫിക്സ് കാർഡും ഈ 500 XT എന്ന് പറയുന്നതും 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ NVIDIA ഗ്രാഫിക്സ് കാർഡ് ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് അതിനേക്കാളും ബെറ്റർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ AMDയുടെ ഗ്രാഫിക്സ് കാർഡിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. കാര്യം നമുക്ക് ഇതിനകത്ത് എൻകോഡിംഗ് സോഫ്റ്റ്വെയർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യം എഡിറ്റ് ചെയ്യാനും അതുപോലെ സ്ട്രീം ചെയ്യാനും പാടായിരിക്കും. പക്ഷേ NVIDIയുടെ GTX 1650 എന്ന് പറയുന്ന 22,000 രൂപയ്ക്ക് വരുന്ന ഗ്രാഫിക്സ് കാർഡിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഗ്രാഫിക്സ് കാർഡ് പെർഫോം ചെയ്യുന്നതാണ്. അതായത് പ്യുവർ ഗെയിമിങ്ങിന് വേണ്ടി നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീമും ചെയ്യാൻ സാധിക്കും. ഈ ഒരു പി സിക്കകത്ത് നമുക്ക് വേണമെങ്കിൽ പ്രൊസസ്സർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് അത്രത്തോളം നല്ലതായിരിക്കില്ല. പക്ഷേ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റലിൻ്റെ ഒരു പി സി ബിൽഡ് തന്നെയാണ്. സോ അടുത്ത നമുക്ക് എന്തായാലും AMD Ryzen സീരീസിലെ ഏറ്റവും ബെസ്റ്റ് പി സി ബിൽഡ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് AMDയുടെ Ryzen 5 5600 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. ഇതിന്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് 3.5 GHz ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഒരു മിഡ് റേഞ്ചിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊസസ്സറാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് ഇതിനകത്ത് നല്ല രീതിക്കുള്ള റെൻഡറിങ്ങും അതുപോലെ തന്നെ സ്ട്രീമിങ്ങിനൊക്കെ പറ്റിയൊരു പ്രൊസസ്സർ തന്നെയാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നമുക്ക് AMD സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അടുത്ത നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗാലക്സിന്റെ B550M മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ടും M.2 NVMe സ്ലോട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വീഡിയോ പോർട്ട്സ് നോക്കുകയാണെങ്കിൽ VGA സപ്പോർട്ട്, HDMI സപ്പോർട്ട്, DBI സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു വളരെയധികം കുറഞ്ഞ ബഡ്ജറ്റിൽ
കിട്ടാവുന്ന ഒരു മദർ ബോർഡാണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുന്നതായിരിക്കില്ല. കാര്യം B550 എന്ന് പറയുന്ന ചിപ്സെറ്റിലെ മദർ ബോർഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അടുത്തോടെ ചൂസ് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് XPG Gamixന്റെ 8GB DDR4 3200 MHz റാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ Corsair Vengeanceന്റെ 8GB 3200 MHz റാമും ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ സിംഗിൾ 8GB സ്റ്റിക്ക് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നേരത്തെ ബിൽഡ് നമ്മൾ യൂസ് ചെയ്ത സ്റ്റോറേജ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കിങ്സ്റ്റന്റെ M.2 NVMe അതുപോലെ തന്നെ 1TB ഹാർഡ് ഡിസ്കും ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ സപ്ലൈയും ക്യാബിനറ്റും നമ്മൾ നേരത്തെ i3 ബിൽഡിൽ ഇന്റലിന്റെ ബിൽഡിൽ യൂസ് ചെയ്ത സെയിം കോമ്പോണൻസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. 550 വാട്ടിന്റെ പവർ സപ്ലൈയും സെബ്രോണിക്സിന്റെ സെബ് ഓഡിൻ എന്ന് പറയുന്ന ക്യാബിനറ്റും. പക്ഷേ നമ്മളുടെ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്തിരിക്കുന്ന AMD റേഡിയോന്റെ RX 6400 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. ഇത് 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് പെർഫോമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ 1650 ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡിൽ കിട്ടുന്നത്. 1050 Tiനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന AMDയുടെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇതിനകത്തും ഉള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് എൻകോഡർ കിട്ടുന്നില്ല. നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാനോ സാധിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ AMDയുടെ പ്രോസസ്സറും അതുപോലെ തന്നെ AMDയുടെ ഗ്രാഫിക്സ് കാർഡും പെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല പെർഫോമൻസ് തന്നെയായിരിക്കും ഗെയിമിങ്ങിൽ കിട്ടുന്നത്. അതായത് AMDയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. സ്മാർട്ട് ആക്സസ് മെമ്മറി എന്ന് പറയുന്ന അതുപോലെ തന്നെ FSR വരുന്ന ഗെയിംസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എനേബിൾ ചെയ്യുമ്പോൾ മാക്സിമം പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു കോംബോയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് AMDയുടെ ബിൽഡ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡിന് ഈ ഒരു ബിൽഡ് വളരെയധികം ഉപകരിക്കുന്നതാണ്. അതായത് നമുക്ക് ഇതിനകത്ത് RTX 3060 3060 Ti അല്ലെങ്കിൽ RX 6600 6600 XT എന്ന് പറയുന്ന ഹയർ എൻഡ് ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു PCക്കകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു 8GB റാം കൂടെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ലിക്വിഡ് കൂളറോ അല്ലെങ്കിൽ എയർ കൂളർ കൂടി ഈ ഒരു PCയിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു ഹയർ എൻഡ് PC ആയി മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കിട്ടാവുന്ന ഒരു അടിപൊളി PC ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് AMD Ryzen PC ബിൽഡ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് PCയുടെ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റൽ ബേസ്ഡ് ആയിരിക്കും ഇപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഗെയിം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസൻ ബിൽഡാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.